ദിവസം കാലത്ത് കൊടുത്ത് അപേക്ഷ കൊടുത്ത് അവിടെ വന്ന് സ്കെച്ച് എടുത്ത് പിറ്റേ ദിവസം കിട്ടേണ്ട കാര്യമാണ്. ഒരു വർഷത്തോളമായി ഞാൻ ഇത് കാണിച്ചു തന്നില്ല ഇവർ വന്നിട്ട്. അപ്പോൾ അത് പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു, പിന്നെ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ. ഇങ്ങനെ നീട്ടി ഈ ഞായറാഴ്ച ഞാൻ രാവിലെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഇത് കണ്ടു. നല്ല അദ്ദേഹത്തിൻ്റെ ആ വ്യവസായത്തോടുള്ള ഒരു കൺസെപ്റ്റ് യൂട്യൂബ് വീഡിയോ. അപ്പോൾ അതിൻ്റെ താഴെ എനിക്കൊരു പ്രതീക്ഷ വന്നു. ഞാൻ വെറുതെ ഒരു കമൻ്റ് ഇട്ടു, ഇങ്ങനെയൊക്കെയാണ് സർ ഈ നാട്ടിൽ നടക്കുന്നത്, നിങ്ങൾ അതിനൊരു മാറ്റം കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പേരും ഫോൺ നമ്പറും ഞാൻ അതിലിട്ടു. ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്കൊരു വാട്സാപ്പ് കോൾ വന്നേ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ PS ആണെന്നും പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് കളിയാക്കി ആരോ വിളിക്കണേ ആയിരിക്കും നമ്പർ കൊടുത്തുകൊണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായത് ഒറിജിനൽ കോൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഉദ്യോഗസ്ഥൻ്റെ നമ്പർ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തു. ഫോൺ കട്ട് ചെയ്തു. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വിളിച്ചു. ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ തിങ്കളാഴ്ച നിങ്ങൾ ഈ ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട രേഖകൾ മേടിച്ചു കൊണ്ട് പൊക്കോ, എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ 50 വയസ്സായി. ഈ 50 വയസ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് കേരളത്തിൽ ഇനി വ്യവസായ സംരംഭകർക്ക് നല്ലൊരു അവസരമുണ്ട്. ഈ ഉറപ്പ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. മലയാളിക്ക് എല്ലാവർക്കും ഈ ഒരു ഉറപ്പും ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ എല്ലാ മലയാളിയുടെ മനസ്സിലും ഉണ്ടെന്നേ. എല്ലാ കാര്യങ്ങളിലും ഒരു വലിയ പോസിറ്റീവ്നെസ് അതിങ്ങനെ എല്ലായിടത്തും കാണാൻ കഴിയാം. മനസ്സിലായില്ലേ? എല്ലായിടത്തും വലിയ നിരാശയും സങ്കടവും അതുപോലെ വേദനയും നെഗറ്റീവും ഒക്കെ കുത്തി നിറഞ്ഞെടുത്തുനിന്ന് ഒരു സുപ്രഭാതം മെയ് 18 പുലരി കഴിഞ്ഞപ്പോ പിന്നീട് അങ്ങോട്ടൊരു പോസിറ്റീവ്, ഒരു പെട്ടെന്നൊരു സുനാമിയൊക്കെ ഉണ്ടായതുപോലെ അങ്ങോട്ടൊരു പെടുന്നനെയുള്ള ഒരു മാറ്റം അത് എല്ലാ മേഖലയിലും കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു നിവേദനം നൽകി ഒന്നുമല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇടുന്നു. ആ കമന്റിൽ തന്റെ പേരും ഫോൺ നമ്പറും വെക്കുന്നു. ഉടനടി കുറച്ചു നേരത്തിൽ ഒരു കോള് തിരിച്ചു വരുന്നു. പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. ഉദ്യോഗസ്ഥന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നു. വീണ്ടും ഫോൺ കട്ട് ചെയ്യുന്നു. അടുത്ത ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത ഒരു കോൾ വരുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തൊരു മറിമായാണോ ഇത്, അല്ലെ? ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു സോഷ്യൽ മീഡിയ കമന്റിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാല് ജനങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം സർക്കാരിനുണ്ട് എന്നുള്ളതാണ്, അല്ലെ? അപ്പോ എല്ലാ സോഷ്യൽ മീഡിയയിലെ കമന്റ് അടക്കം അരിച്ചു പെറുക്കി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ ഇപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കമന്റുകൾ കുറെയൊക്കെ വായിക്കും, കുറെയൊക്കെ വായിക്കാൻ കഴിയാതെ പോകും. എന്നാല് ഒരു മുഖ്യമന്ത്രിയുടെ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് അതുപോലും സസൂക്ഷ്മം പണിക്കാരെ നിർത്തിയിട്ടാണെങ്കിലും ആളെ വെച്ചിട്ടാണെങ്കിലും അതൊക്കെ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഇല്ല. വളരെ കൃത്യമായിട്ട്, അല്ലെ? അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു വലിയ നമ്മുടെ പ്രതീക്ഷകള്, നമ്മുടെ ആശ്വാസങ്ങള്, ഇതിലൊക്കെ ഒരു നമ്മുടെ വോട്ട്, നമ്മൾ പ്രതീക്ഷിച്ചത്, നമ്മൾ ആഗ്രഹിച്ചത് നടന്നു കഴിയുമ്പോഴും അതിന് ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ വലിയ ഒരു സന്തോഷമാണ്, അല്ലെ? കഴിഞ്ഞ 10 വർഷം നമുക്കിവിടെ കാണാൻ കഴിയാതിരുന്നത്, കഴിഞ്ഞ 10 വർഷം ജനം അനുഭവിച്ചത്, കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ട ധാർഷ്ട്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, ഉങ്കിന്റെ ഒക്കെ ഒരു പ്രതീകം, അതിനൊക്കെ നേരെ തിരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം, നേരെ ഓപ്പോസിറ്റ് ദിശയിലുള്ള ഒരു സമീപനം, ജനങ്ങളെ കേട്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരെ കൂടെ നിർത്തി. ഇത് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇതേ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 3.5 വയസ്സുകാരി ആദ്യം ഒരു വീഡിയോ ചെയ്യാം.
സാറേ പഠിച്ച് വലുതായിട്ട് ജോലി കിട്ടിയിട്ട് കടം ഞാൻ വീട്ടാം, ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീടില്ല, മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുകയാണ്, രാത്രികൾ ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു വീട് വേണം സാറേ എന്ന് മുഖ്യമന്ത്രിയോട് പറയാം. വെരി നെക്സ്റ്റ് മൊമെന്റിൽ മുഖ്യമന്ത്രി ഇടപെടുന്നു, വീടിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ച് വീട് തരാമെന്നുള്ള, വീട് നിർമ്മിച്ചു നൽകാമെന്നുള്ള വാക്ക് നൽകുന്നു. ഇപ്പോഴത് മറ്റ് പല സംഘടനകളെയും ബന്ധപ്പെട്ട് അവരെ കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. എത്ര കൃത്യതയായ, ജനങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് ഒരു ഭരണാധികാരിയെ കിട്ടുകയാ. ജനങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന് ആ 3.5 വയസ്സുകാരിയുടെ ഒരു മെന്റാലിറ്റി നോക്കണം നിങ്ങള്. 3.5 വയസ്സാണ്. ഞാൻ പഠിച്ച് വലുതായിട്ട് ജോലി കിട്ടിയിട്ട് ആ ജോലിയിൽ നിന്ന് നിങ്ങളുടെ കടം വീട്ടാമെന്ന് ഒരു മുഖ്യമന്ത്രിയോട് പറയാ. ആർക്കെങ്കിലും തട്ടിമാറ്റാൻ പറ്റുമോ? കേട്ടപാതി, ഉടനടി, വെരി സൂൺ, ഇമ്മീഡിയറ്റ് ആക്ഷൻ അല്ലേ? അതല്ലേ നമ്മൾ കണ്ടത്. ഇത്തരം അനുഭവങ്ങൾ ഇപ്പോ നമ്മുടെ നാട്ടില് ഒരു വലിയ എന്താ പറയേണ്ടത്, നിത്യ സംഭവമായി മാറിയിരിക്കുക. മെയ് 18-ന് ശേഷം ഇത്തരം അനുഭവങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ദ്രുതഗതിയിലുള്ള ഇടപെടലുകൾ, വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നു, കാലതാമസങ്ങളില്ലാതെ അല്ലേ? അദ്ദേഹം ഈ മനുഷ്യൻ തന്നെ ആയിരുന്നില്ലേ നമ്മളെ നയിക്കേണ്ടിയിരുന്നത് അല്ലേ? ആ മനുഷ്യൻ തന്നെ നമ്മളെ നയിക്കാനെത്തി. വനവാസത്തിന് പറഞ്ഞിടാൻ വേണ്ടിയിട്ട് ഒരു ആൾക്കാർ മറ്റൊരു ഭാഗത്ത് പെട്ടും കിട്ടിയൊക്കെ എടുത്തിട്ട് ആ മനുഷ്യനെ വനവാസത്തിന് പറഞ്ഞു വിടാൻ വേണ്ടി നിന്നതാ. എന്നാ ആ മനുഷ്യൻ ഇന്ന് ജനവാസത്തിലാണ്, ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾക്ക് കൂടെയാണ്. അവർക്ക് മുന്നിലുള്ള ഈ അങ്ങനെയുണ്ട് ചില കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ നൂലാമാലകളിൽ തട്ടിയിട്ട് ഇങ്ങനെ നിന്ന് പോകുന്ന കാര്യങ്ങൾ, അതിലൊക്കെ എത്ര പെട്ടെന്നാണ് ആക്ഷൻ ഉണ്ടാവുന്നത്. ഇത്തരം ഭരണാധികാരികള് അല്ലേ, നമ്മൾ ആഗ്രഹിച്ചത് തന്നെ നടക്കുകയാണ്. വലിയ സന്തോഷം തോന്നുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ മോളുടെ വർത്താനം കേട്ടപ്പോ, ആദ്യം ആ വർത്താനം സോഷ്യൽ മീഡിയയിൽ കണ്ണിലേക്ക് എത്തിയപ്പോ അപ്പോ ഇത് വന്നിട്ടേ ഉള്ളൂ, ഈ വീഡിയോ, ആ മോളുടെ ഈ വീഡിയോ പങ്കുവെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഒരു വലിയ വേദന തോന്നുക. ഒരു 3.5 വയസ്സുകാരി പറയാണ്, സാറെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, മഴ പെയ്യുമ്പോ ചോർന്നൊലിക്കുകയാണ് വീടെന്ന്. എനിക്കൊരു വീട് വേണം, അത് സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽപ്പെടുത്തി വേണമെന്നല്ല, എനിക്കൊരു വീട് കടമായിട്ട് വെച്ച് തരണം, ഞാൻ ആ വീട് ഞാൻ വലുതായിട്ട് ജോലി എടുത്തിട്ട് കടം വീട്ടാം എന്ന് പറയുമ്പോ ഒരു ഭരണാധികാരി അതിൽ ഇടപെട്ടു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനെ മനുഷ്യന്മാർ വന്നിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയ വീഡിയോയുടെ താഴെയിട്ട കമന്റിലൂടെ തനിക്ക് തന്റെ കാര്യം സാധിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ. കാരണം UDF അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത എല്ലാവർക്കും ആ ചാരിതാർത്ഥ്യത്തിന് അവരൊക്കെ അർഹതപ്പെട്ടവരാ. കാരണം നമ്മൾ ആഗ്രഹിച്ചതാണ് UDF അധികാരത്തിൽ വരണം, സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു. ആ ആഗ്രഹിച്ചത് നടന്നു. അത് നടന്നു കഴിയുമ്പോ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ നമ്മൾ നിയോഗിച്ച അയച്ച വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ സന്തോഷം നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ അല്ലേ? ഇത് ജനങ്ങളുടെ പ്രതീക്ഷയാ. കഴിഞ്ഞ 10 വർഷക്കാലം ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അവരെ കാണാനോ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ഒരു മനുഷ്യനുണ്ടായില്ല. എല്ലാം അടച്ചു കൂട്ടി വെച്ച് അധികാര കേന്ദ്രങ്ങളിൽ ഇവരങ്ങനെ വിഹരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ട രീതിയിൽ, സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ട രീതിയിൽ വയറ് നിറയും പോക്കറ്റ് നിറയും ഒക്കെ കൊടുത്തും വാങ്ങിയും ഒക്കെയുള്ള പരിപാടി. എന്നാല് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിൽ പിന്നെ വലിയ കൃത്യതയാർന്ന പ്രവർത്തനങ്ങളോടുകൂടി ജനങ്ങളുടെ സമീപനങ്ങളിലും, ജനങ്ങളോടുള്ള സമീപനങ്ങളിലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ സന്തോഷം നൽകുന്ന കാര്യം അല്ലേ? വലിയ സന്തോഷം, ഇതിനപ്പുറം സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് സന്തോഷിക്കാനുള്ള വകയുണ്ടായത് എവിടുന്ന? ഇത് ഈ ജനം ആഗ്രഹിച്ച് അവര് തെരുവിലിറങ്ങി, ആഗ്രഹിക്കാതെ മാത്രമല്ലല്ലോ, അവര് തെരുവിലിറങ്ങിയിട്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് അല്ലേ?
സതീശനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജനം തെരുവിലിറങ്ങി. ഇപ്പോ അധികാരത്തിലേറിയിട്ട് ഒരു മാസം പോലും ആയില്ല, ഒരു 3 ആഴ്ച പിന്നിടുകയാണ് അല്ലെ. ദിവസങ്ങൾ മാത്രം പിന്നിട്ട ഒരു സർക്കാർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 3 ആഴ്ച കാലം കൊണ്ട് നടപ്പിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. ആശാ വർക്കർമാർക്ക് 3000 രൂപയുടെ ഓണറേറിയം വർധന, അംഗൻവാടി ടീച്ചർമാർക്ക് 1000 രൂപ, പാചക തൊഴിലാളികൾക്ക് ഹെൽപ്പർമാർക്ക് 500 രൂപ വീതം, സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളില് സൗജന്യ യാത്ര, ഹർഷിനക്ക് ദുരിതം അനുഭവിച്ച ഹർഷിനക്ക് ജോലി, PSC റാങ്ക് ലിസ്റ്റുകളിൽ വീണ്ടും നീട്ടിക്കൊടുത്ത കാലാവധി നീട്ടിക്കൊടുത്ത ഒരു തീരുമാനം, വേണുവിന്റെ കുടുംബത്തിന്, തിരുവനന്തപുരത്തെ വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ സഹായം, ഓപ്പറേഷൻ തൂഫാന്, നവീൻ ബാബുവിന്റെ മരണം CBIക്ക്, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം, പിണറായി വിജയന്റെ ഗുണ്ടകൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലെ അന്വേഷണം, അങ്ങനെ തുടങ്ങി വലിയ ഒരു ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള പരിപാടി. അതിനൊക്കെ ഉപരി ഒരൊറ്റ പൈലറ്റും ഒരു എസ്കോട്ടും മാത്രമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലുടനീളം സഞ്ചരിക്കുക. ആരവങ്ങളില്ല, ആളുകളില്ല, ബഹളങ്ങളില്ല, സ്തുതി പാടകരില്ല, കുഴലൂത്തുകാരില്ല, വാഴ്ത്തുപാട്ടുകാരില്ല. എല്ലാം ജനങ്ങളാണ്. ജനങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ നടക്കുകയാണ്. ആഡംബരങ്ങൾക്കോ പ്രകീർത്തനങ്ങൾക്കോ ഒന്നും കാതു കൊടുക്കാതെ ആ മനുഷ്യൻ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു. വലിയ പ്രതീക്ഷയാണ് മിസ്റ്റർ VD സതീശൻ അങ്ങയുടെ സർക്കാരിൽ ഈ ജനങ്ങൾക്കുള്ളത്. ഏതുപോലെ അങ്ങയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചത് ഈ അങ്ങയുടെ നിലപാടുകളും അങ്ങയിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രം. ആ പ്രതീക്ഷകളൊന്നും അങ്ങ് തല്ലിക്കെടുത്തിയില്ല എന്ന് മാത്രമല്ല, ആ പ്രതീക്ഷകൾക്കൊക്കെ ഇപ്പോ ഒരു പുതുജീവൻ വെച്ച രൂപത്തിലാണ്. ജനങ്ങളുടെ മനസ്സ് നിറയെ ആ ഒരു സന്തോഷത്തിലാണ് എന്നുള്ളതാണ്.